ക്രിയേറ്റീവ് സോണിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എന്തായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? സോ അത് ഞാൻ ഇപ്പം പറയുന്നില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് വെരി വെരി സ്പെഷ്യൽ ഐ നോ. ഓക്കെ, അപ്പൊ ഈ ക്രാഫ്റ്റിന് വേണ്ടിയ ഐറ്റംസ് നമ്മൾ പറയാനായിട്ട് പോകുന്നു. ഈ ക്രാഫ്റ്റിന് വേണ്ടിയ ഐറ്റംസ് പറയാനായിട്ട് പോകുന്നു. കളർ പേപ്പർ വേണം, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ബ്ലൂ കളറാണ്. പിന്നെ ഗ്ലൂ വേണം, ദെൻ സിസർ, പിന്നെ സ്കെച്ച് പെൻസ് വേണം. എൻ്റെ കയ്യിൽ പേന ഇരിക്കണം, അപ്പം നിങ്ങളൊരു സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ ഒത്തിരി അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ നമ്മൾ വേണ്ടിയ ഒരു ബുക്കാണ്. ഓക്കെ, സോ നമ്മൾ ക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ വേഗത്തിൽ നിങ്ങളുടെ ഐറ്റംസിൽ വേഗത്തിൽ എടുത്തുകൊണ്ട് വരുന്നു, നമ്മൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പോകുന്നു. യെസ്, ആർ യു റെഡി? ഓക്കെ, അപ്പോൾ വേഗത്തിൽ നമ്മൾ ഇതുപോലൊരു പേപ്പർ എടുക്കുന്നു. എൻ്റെ കയ്യിൽ വലിയ ഷീറ്റ് പേപ്പറാണ്, അത് ഞാൻ രണ്ടായിട്ട് മടക്കി അത് ടയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഹാവ് എ ബിഗ് ഷീറ്റ് സ്മോൾ ഷീറ്റ് പേപ്പർ ലൈക്ക് ദിസ്. ഈ പേപ്പർ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കണം, ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കണം. ബാക്കി ഇവിടെ റിമൈനിങ് പാർട്ടുണ്ട്, അത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അത് നമ്മൾ കീറിക്കളയാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ പേപ്പർ കിട്ടും. യെസ്, അപ്പൊ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ പേപ്പർ കിട്ടി. ഓക്കെ, ഫൈൻ, അത്രയും കിട്ടിയാലോ. ഇനി നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു, ഈ ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ ഫോൾഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് രണ്ടായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യണം. ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്തു, ഇത് ഒന്നുകൂടെ താഴോട്ട് ഫോൾഡ് ചെയ്യുന്നു, ഇതും താഴോട്ട് ഫോൾഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇവിടെ ഒരു മാർക്ക് കിട്ടി. ഫൈൻ, ഇവിടെ എല്ലാം മാർക്ക് കിട്ടി. ദെൻ അഗെയിൻ നമ്മളത് ഓപ്പൺ ചെയ്യുന്നു. ഈ ഡൗൺ പോർഷൻ ഉണ്ടല്ലോ, ഈ ഡൗൺ പോർഷൻ, ഇത് രണ്ട് പോർഷൻ ഉണ്ട്. ആ ഡൗൺ പോർഷൻ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരും. കറക്റ്റ് സെൻറ്ററിൽ ഇത് കൊണ്ടുവരണം. ഓക്കെ, ഈ ഡൗൺ പോർഷൻ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്നു. ഇത് നമ്മൾ ഒന്നുകൂടെ മടക്കുന്നു. മടക്കിയിട്ട് ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മടക്കുന്നു. യെസ്, ഓക്കെ, അത്രയും മനസ്സിലായോ? ഇത് അതുപോലെ തന്നെ ഈ പോർഷൻ മടക്കുന്നു, ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. മനസ്സിലായല്ലോ? സോ വൺസ് അഗൈൻ ഐ ആം ഗോയിങ് ടു ഷോ യു. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുക്കുന്നു, ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്യുന്നു, ഇത് താഴോട്ട് ഫോൾഡ് ചെയ്യുന്നു, ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. അതിന് മുമ്പായിട്ട് ഈ ഒരു സംഭവം ഒന്നുകൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്നു, ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു ഡൗൺ പോർഷൻ നമ്മൾ അകത്തേക്ക് മടക്കി വെക്കും. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോർഷനാണ് കിട്ടുന്നത്, ഇങ്ങനെ ഒരു ഫോൾഡിങ്സ് കിട്ടും. യെസ്, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇത്രയും മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്, ഇനി വേറൊരു കളർ ഷീറ്റ് പേപ്പർ നമ്മൾ എടുക്കുന്നു. ഇങ്ങനെ ചെറിയൊരു സർക്കിൾ, ഒരു ഹാഫ് സർക്കിൾ പോലെ വരയ്ക്കണം. ദെൻ ടേക്ക് എ സിസർ, അത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആ ഷേപ്പിൽ നമ്മൾ ആദ്യം നല്ലോണം കട്ട് ചെയ്ത് വരണം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും. ഓക്കെ, ഈ പോർഷൻ നമ്മൾ ഫെവിക്വിക്ക് എടുക്കുന്നു. ഇതിൻ്റെ താഴ്ഭാഗത്തിൽ നമ്മൾ we are going to stick like this. Okay, ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്യും. ഓക്കെ, ഇത്രയും ചെയ്തല്ലോ. ഇനി ഇത് ആർക്കെങ്കിലും മനസ്സിലായോ വാട്ട് ഈസ് ദിസ്? യെസ്, യു ആർ കറക്റ്റ്. ഇതൊരു ബുക്ക് മാർക്കാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലും നിങ്ങളുടെ സ്കൂൾസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഭാഗത്തിൽ ഏതെങ്കിലും പേജ് നിങ്ങൾ ഫോൾഡ് ചെയ്യാതെ, അപ്പോൾ ഓരോ ടെക്സ്റ്റ് ബുക്കിനും നിങ്ങൾ പഠിക്കുന്ന ഓരോ ടെക്സ്റ്റ് ബുക്കിനും ഇതുപോലെ ബുക്ക് മാർക്ക് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തപ്പേണ്ട ആവശ്യമില്ല, ഏത് പേജാണ് നിങ്ങൾ വായിച്ചേക്കുന്നത്. സോ ദിസ് ഈസ് വെരി യൂസ്ഫുൾ ആൻഡ് വെരി ഗുഡ്. അപ്പം നിങ്ങൾ ഇതുപോലെ ബുക്ക് മാർക്സ് നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ വേറൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വിത്ത് സിമ്പിൾ ലൈക്ക് കളർഫുൾ, ഒരു ചെറിയ കളർഫുൾ, അതിന് ചെറിയ കണ്ണൊക്കെ വരച്ച് പിന്നെ ചെറിയ ഫീസൊക്കെ വരച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ പേപ്പർ വെച്ച് ബുക്ക് മാർക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.